നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ ഞെള്ളൂർ പൂയ മഹോത്സവം വർണ്ണാഭമായി. പൂക്കാവടികളും പീലിക്കാവടികളും നിറക്കാഴ്ചയായി. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചത് വാസുപുരം സ്വദേശി. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. കല്ലൂർ പാടം വഴി റോഡിനെയും ഷട്ടർപാലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. ദുരിതം പേറി 70ഓളം വീട്ടുകാർ. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വർണ്ണാഭമായി. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നിറഞ്ഞാടിയത്. പൂക്കാവടികളും പീലിക്കാവടികളും നിറക്കാഴ്ചയായി. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളും കേരളത്തിലെ പ്രശസ്തരായ താളമേള വാദ്യ കലാകാരന്മാരുടെ നാദസ്വരം, തകിൽ, പഞ്ചവാദ്യഘോഷങ്ങളും ഗജവീരന്മാരും അണിനിരന്ന നാദതാള മേള പ്രപഞ്ചമൊരുക്കി. വ്യാഴാഴ്ച രാവിലെ 4-ന് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ശശിധരന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ അഭിഷേക പൂജയോടെയാണ് പൂയാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് പറനിറയ്ക്കൽ നടത്തി. കുനിശ്ശേരി അനിയന്മാരാർ പഞ്ചവാദ്യം അവതരിപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് നടന്ന 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കാഴ്ചശീവേലി നടന്നു. കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം 3 മണിക്കൂർ നീളുന്ന മേളവിസ്മയം തീർത്തു. വൈകിട്ട് നാദസ്വര കച്ചേരിയും ദീപാരാധനയും വേലമഹോത്സവവും ഉണ്ടായിരുന്നു. വടക്കുനിരത്തുനിന്നാണ് ക്ഷേത്രം നിലനിൽക്കുന്നതാണ്. പാറക്കാട്
കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം വീട്ടിച്ചോട് തെക്കൂട്ട് വീട്ടിൽ 44 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. കൊടകര തിരുത്തൂരിൽ ജോലി ചെയ്യുന്നതിനിടെ വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഉടൻ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാസ് ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ അടിവാരം പള്ളിയിൽ നിന്നും സഹവികാരി ഫാദർ ജോഷി പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടത്തി. കുരിശുമലയിലെ കുർബാനയ്ക്കും സന്ദേശത്തിനും നൊവേനയ്ക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും ഫാദർ വിൽസൺ മുക്കടാമ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ, ആന്റണി കൊട്ടേക്കാട്ടിൽ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, ജോർജ് പന്തല്ലൂക്കാരൻ, ജോയി കുയിലാടൻ എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകി. പരിശുദ്ധാത്മാവിൽ നിലവരട്ടെ. ദാസരുടെ കുർബാനയിലൂടെ ആവശ്യിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും. കല്ലൂർ പാടം വഴി റോഡിനെയും ഷട്ടർ പാലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. ദുരിതം പേറി 70ഓളം വീട്ടുകാർ. തൃക്കൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് ഈ റോഡുള്ളത്. കല്ലൂർ പാടം വഴി റോഡിനെയും ഷട്ടർ പാലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഇറിഗേഷൻ കനാലിനോട് ചേർന്നാണ് ഉള്ളത്. 2018 പ്രളയത്തിന് ശേഷമാണ് റോഡ് തകർന്നു തുടങ്ങിയത്. പാലിയക്കരയിലെ ടോൾ ഒഴിവാക്കാൻ വലിയ വാഹനങ്ങൾ അടക്കം ഈ വഴി തെരഞ്ഞെടുത്തതോടെ റോഡിൻ്റെ തകർച്ച വേഗത്തിലായി. പള്ളം കോളനി വഴി ഉൾപ്പെടെ 70ഓളം വീട്ടുകാരുടെ സഞ്ചാരപാതയാണിത്. വീടുകളിലെ വാഹനങ്ങൾ പോലും കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ. സ്കൂൾ വാഹനങ്ങൾ ഇതുവഴി വരാത്തതിനാൽ കുട്ടികൾ ഉൾപ്പെടെ പ്രധാന പാതയിലേക്ക് നടക്കേണ്ട അവസ്ഥയാണ്. ഓട്ടോ അടക്കമുള്ള അവശ്യ സർവീസുകൾ പോലും ഇതുവഴി സഞ്ചരിക്കാതായത് പ്രദേശവാസികൾക്ക് ദുരിതമായതായി വീട്ടമ്മയായ ഷീബ ജോർജ് മരോട്ടിക്കൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വഴി കുറെ നാളുകളായിട്ടുണ്ട്. നമ്മുടെ ഒരു വർഷത്തിലും മീതെയുണ്ട്. ഞങ്ങൾക്ക് 18 വെള്ളം കയറിയതിന് ശേഷം ഈ വഴി ഇങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് പണി നടക്കുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് വണ്ടികൾ മുഴുവൻ ഇതിലായിരുന്നു ടോൾ കൊടുക്കാണ്ട് പോയിരുന്നത്. അത് മുഖാണ്ടാണ് മെയിനായിട്ട് ഈ വഴി നശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മെമ്പറുടെ അടുത്തും പഞ്ചായത്തിലും ഒക്കെ ഞങ്ങൾ ഇതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പരാതി കൊടുത്തിട്ട് എന്നോട് പറഞ്ഞത് ആഗസ്റ്റ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു തീരുമാനം ഞങ്ങൾക്കായിട്ടില്ല. ഇനി ഇതിനെന്താണ് അടുത്ത നടപടി എന്നുള്ളത് ഈ ചാനലിൽ നിന്നെങ്കിലും ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയണം. ഞങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചാൽ വരില്ല. ഒരു സ്ഥലത്ത് നാമ്പലൂരിന് ഓട്ടോ വിളിച്ചാൽ അവരവിടെ പാടമേലിൽ വിട്ടു പോകും. ഇവിടെ പാലിക്കപ്പറമ്പ് നായരങ്ങാടിന്ന് വണ്ടി വിളിച്ച ഷട്ടറിന്റെ അവിടെ നിന്ന് വരുന്ന പാലത്തിന്റെ അവിടെ നിർത്തി അവർ പോകും. അപ്പൊ അത്രയും വഴി ഞങ്ങൾ ഇങ്ങോട്ട് നടക്കണം. ഒരു വയ്യായ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ 1 മണിക്കൂർ വേണം പാടമേടിക്ക് എത്താനായിട്ട്. കാറ് ആയാലും വണ്ടികളുടെ ഒക്കെ പണി കഴിയുക ചെയ്യണം. ഞങ്ങളുടെ വീടുകളിലൊക്കെ വണ്ടികളുവാ. എല്ലാ വണ്ടികളും പണിത് തോറ്റു ഞങ്ങള്. വാഹനങ്ങൾക്ക് നിരന്തരം അറ്റകുറ്റപ്പണി വേണ്ട സ്ഥിതിയാണെന്നും കാൽനട യാത്ര പോലും ദുഷ്കരമാണെന്നും ഓട്ടോ ഡ്രൈവറും പ്രദേശവാസിയുമായ ടി.എ. രാജൻ പറയുന്നു. ഞങ്ങളുടെ ഈ റോഡ് ഭയങ്കര കുഴിയും കുണ്ണുകയാണ്. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. രാത്രി പകലും നമ്മളല്ലാതെ വേറൊരു ഓട്ടോറിക്ഷക്കാരിൽ വരില്ല. ഈ അറ്റം തൊട്ട് അറ്റം വരെ റോഡിന്റെ സൈഡ് തന്നെ ഇടിഞ്ഞു പോയി തന്നെ പറയാം.
നമുക്ക് ഒരു കാരണവശാലും ഈ വഴിക്ക് യാത്ര ചെയ്യാനോ, അതും ഒരു വണ്ടികളോ മറ്റുള്ള വലിയ വണ്ടികളാണ് ഇപ്പൊ ടോൾ കൊടുക്കാണ്ട് എല്ലാ വണ്ടികളും ഇതിലാണ് പോണത്. ആ ടോൾ കൊടുക്കാത്ത വണ്ടികൾ പോയിക്കൊണ്ടാണ് ഈ വഴി ഇത്രയും മോശമായത്. ഞങ്ങൾ പഞ്ചായത്തിലും മെമ്പറോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. ഒരു വണ്ടിക്ക് ആവശ്യപ്പെട്ട് നമ്മൾ വിളിച്ചാൽ ഞാനല്ലാണ്ട് വേറൊരു വണ്ടിക്കാർ പിടിക്ക് വാടകയെ വരുന്നില്ല. ഈ കട്ടറിക്കോടെ ചാടിയ എൻ്റെ വണ്ടിയുടെ എല്ലാ കാലം എന്നും വർക്ക്ഷോപ്പിലാണ്. അപ്പൊ ഈ വഴി എന്തെങ്കിലും പഞ്ചായത്ത് ഞങ്ങൾക്ക് നന്നാക്കി തരുന്ന ഞങ്ങൾ അഭ്യർത്ഥിയാണ്. റോഡിന്റെ 200 മീറ്റർ ഭാഗത്തെ റീടാറിങ്ങിനായി 3.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയതായും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും വാർഡ് മെമ്പർ അനു പനങ്കൂടൻ പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന്റെ NOC ലഭിക്കാൻ വൈകിയതാണ് നിർമ്മാണം വൈകാൻ കാരണമായതെന്നും വാർഡ് മെമ്പർ പറയുന്നു. അതേസമയം 1 കിലോമീറ്ററോളം വരുന്ന റോഡിൽ 200 മീറ്റർ ഭാഗം ടാർ ചെയ്താലും ബാക്കി ഭാഗത്തെ യാത്രാദുരിതം തുടരുന്ന സ്ഥിതിയാണ്. MLA ഫണ്ട് ലഭിച്ചാൽ മാത്രമാണ് മുഴുവൻ ഭാഗവും ടാർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് വലിയ കുഴികൾ നികത്തി താൽക്കാലികമായെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് മരണം. 60 വയസ്സായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. 1953 പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ സിനിമ. പിന്നീട് പഞ്ചാഗ്നി, ചെങ്കോൽ, ഈ പുഴയും കടന്ന്, ഉത്തമൻ, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും തുടങ്ങി നിരവധി സിനിമകളിൽ മേഘനാഥൻ അഭിനയിച്ചു. ചെങ്കോലിലെ കീരിക്കാടൻ സണ്ണിയിലൂടെയാണ് ശ്രദ്ധേയനായത്. കൂടുതലും വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്ത മേഘനാഥൻ സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. മലയാള ചലച്ചിത്രങ്ങൾക്ക് പുറമെ തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. CPM അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയിൽ മണ്ണമ്പേട്ട, വട്ടനാത്ര, പച്ചളിപ്പുറം വഴി വെള്ളാനിക്കോടിലേക്ക് ഓടിയിരുന്ന KSRTC ബസ് പുനഃസ്ഥാപിക്കണമെന്ന പ്രമേയം വഴി സമ്മേളനം ആവശ്യപ്പെട്ടു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EK അനൂപ്, AV ചന്ദ്രൻ, AG രാധാമണി, സോജൻ ജോസഫ്, PV ഗോപിനാഥൻ, A ഉഷാദേവി, KK കോഖലെ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി PK വിനോദിനെയും 15-അംഗ ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. CPM കൊടകര നോർത്ത് ലോക്കൽ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ നായർ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ നമ്മുടെ പാർട്ടി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ അജണ്ട രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക, നമ്മുടെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിനാവശ്യമായ അടവുകളും നയങ്ങളും. CPM കൊടകര സൗത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനാചരണം സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ പതാക ഉയർത്തി. KD അപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VK മുകുന്ദൻ പ്രസംഗിച്ചു. ഈ മാസം 28, 29, 30 തീയതികളിൽ മനക്കുളങ്ങരയിലാണ് സമ്മേളനം നടക്കുന്നത്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷി ഭരിക്കുന്നില്ല, രക്തസാക്ഷി ഭരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു, മണ്ണട്ടികളുടെ അടിയിൽ നിന്നും, മണ്ണട്ടികളുടെ അടിയിൽ നിന്നും രക്തസാക്ഷി വിളിക്കുന്നു, രക്തസാക്ഷി വിളിക്കുന്നു. വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. കിഡ്സ് ഫെസ്റ്റിനോടനുബന്ധിച്ച് അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെന്റ് മേരീസ് പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രധാനാധ്യാപിക KJ സെബി, സിസ്റ്റർമാരായ ലിറ്റി ജോസ്, കൃപ പോൾ, ഡോളി, മുൻ പ്രധാനാധ്യാപിക TL ലിസി, PTA പ്രസിഡന്റ് NB തോമസ്, MPTA പ്രസിഡന്റ് അനു ബൈജു, സ്കൂൾ അധ്യാപിക പ്രതിനിധി ടോണി തോമസ് എന്നിവർ പ്രസംഗിച്ചു. നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. 1996 ആദ്യത്തെ ലോക ടെലിവിഷൻ ഫോറം നടന്ന നവംബർ 21 സ്മരണയിലാണ് അന്നേ ദിവസം ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ UN ആഹ്വാനം ചെയ്തിരിക്കുന്നത്.
നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. 1996 ആദ്യത്തെ ലോക ടെലിവിഷൻ ഫോറം നടന്ന നവംബർ 21 സ്മരണയിലാണ് അന്നേ ദിവസം ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ UN ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരേ സമയം കാഴ്ചയ്ക്കും കേൾവിക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിനാൽ വിശ്വാസ്യതയുള്ള മാധ്യമമായാണ് ടെലിവിഷൻ അറിയപ്പെടുന്നത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കാണുന്നതിനാൽ കുടുംബ മാധ്യമം കൂടിയാണ് ടെലിവിഷൻ. നിരക്ഷരത ടെലിവിഷൻ ഉപയോഗത്തിന് തടസ്സമാകുന്നില്ല. ടിവിയുടെ പിതാവ് ജോൺ ലോഗി ബേഡാണ്. 1926 അദ്ദേഹം ടിവിയുടെ സ്വീകാര്യമായ മെക്കാനിക്കൽ രൂപം നിർമ്മിച്ചു. ആദ്യ ടെലിവിഷൻ സ്റ്റുഡിയോ ആരംഭിച്ചതും ബേഡ് തന്നെ. ഒരു വർഷം കഴിഞ്ഞ് 1927 ഹില്ലോ ടൈലർ ഫ്രാൻസ്വർത്ത് എന്ന അമേരിക്കക്കാരൻ ആദ്യ ഇലക്ട്രോണിക് ടിവി നിർമ്മിച്ചു. 1934 ഇലക്ട്രോണിക് ക്യാമറയും ഡിസ്പ്ലേ ട്യൂബും കണ്ടുപിടിച്ചതോടെ ടിവി അതിന്റെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള പരിണാമം പൂർത്തിയാക്കി. 1970കളുടെ തുടക്കത്തിലാണ് കളർ ടിവി പ്രചാരത്തിലാകുന്നത്. 1959 സെപ്റ്റംബർ 15 ഡൽഹി ആകാശവാണി ഭവനിലെ ചെറിയൊരു മുറിയിലാണ് ഇന്ത്യൻ ടെലിവിഷന്റെ തുടക്കം. 1976 ആയപ്പോഴേക്കും 8 ടെലിവിഷൻ സ്റ്റേഷനുകളിലേക്ക് ദൂരദർശൻ വളർന്നു. 2.5 പതിറ്റാണ്ടോളം കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംപ്രേഷണത്തിന് ശേഷം 1982 ഓഗസ്റ്റ് 15 കളറായി. 1983 പ്രധാനമന്ത്രിയുടെ ഇന്ദിരാഗാന്ധിയുടെ സംസ്കാര ചടങ്ങ് ദൂരദർശൻ തത്സമയം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും എത്തിച്ചു. ഡയനോരയും കെൽട്രോണുമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി സെറ്റുകൾ പലയിടത്തും എത്തിച്ചു. രാമായണം, മഹാഭാരതം, ഹംലോങ് പോലുള്ള ജനകീയ പരമ്പരകൾ ടെലിവിഷനിലൂടെ ജനതയെ കൂടുതൽ അടുപ്പിച്ചു. രംഗോലിയും ചിത്രഹാറുമെല്ലാം പ്രേക്ഷകർ കാത്തിരുന്ന് കാണുന്ന പരിപാടികളായി. 90കളുടെ തുടക്കത്തിൽ സ്വകാര്യ ചാനലുകളെത്തി. ലൈവ് ടെലികാസ്റ്റിന്റെ വരവോടെ വാർത്താ ചാനലുകളോടുള്ള ജനങ്ങളുടെ താൽപര്യവും 10 മടങ്ങ് വളർന്നു. ഇന്ന് 892 ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകളുണ്ട് ഇന്ത്യയിൽ. ഇതിൽ 403 എണ്ണം വാർത്താ ചാനലുകളും 489 എണ്ണം വിനോദ ചാനലുകളാണ്. ഇന്ന് ഇന്റർനെറ്റിനോട് സ്മാർട്ട് ഫോണുകളുടെയും ലോകമാണ്. ഈ അതിവേഗ സാങ്കേതിക വിദ്യ ലോകം കീഴടക്കും മുൻപുള്ള പതിറ്റാണ്ടുകൾ മനുഷ്യന്റെ വിനോദത്തിന്റെ ആദ്യ വാക്കും അവസാന വാക്കും ടെലിവിഷൻ തന്നെയായിരുന്നു. ഇന്ന് ടിവിയുടെ മട്ടും ഭാവവും ഒക്കെ മാറി. LCDയും LED-യും 3Dയും കടന്ന് പോക്കറ്റിലെ മൊബൈൽ ഫോണിൽ വരെ ചാനലുകൾ എത്തി തുടങ്ങി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അഗസ്ത്യാനോസിന്റെ ദർശന തിരുനാളിനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ മാതാവിന്റെയും സംയുക്ത തിരുനാളിനും കൊടിയേറി. ശനിയും ഞായറുമാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സംയുക്ത തിരുനാളിന് വികാരി റാഫേൽ പഞ്ഞിക്കാരൻ, ഇടവകയിലെ ദർശന സഭാംഗങ്ങൾ, കൈക്കാരന്മാരായ ജോസ് തെക്കേത്തല, ജോസ് തട്ടില, സൈമൺ ജോൺ പുതുപ്പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ വിമലഹൃദയനാഥയുടെയും വിശുദ്ധ ചവറയച്ചന്റെയും ഊട്ടുതിരുനാളിന് കൊടിയേറി. കൊടിയേറ്റുകർമ്മം വികാരി ഫാദർ ജിയോ ആലനേലിക്കൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ, ഫാദർ ആന്റണി കുറ്റിക്കാട്ട്, തിരുനാൾ കൺവീനർ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഊട്ടുതിരുനാൾ. റാഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും സെന്റ് തോമസ് കോളേജും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ പ്രകാശനവും സംഘടിപ്പിച്ചു. റാഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും സെന്റ് തോമസ് കോളേജും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ പ്രകാശനവും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. റാഫ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിച്ചു. ലഘുലേഖ പ്രകാശനത്തിന്റെ വിതരണോദ്ഘാടനം ഫാദർ KA മാർട്ടിൻ നിർവഹിച്ചു. തൃശൂർ AMVI RTO സന്തോഷ് കുമാർ, റാഫ് ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി കരിയന്നൂർ തവരാജ് എന്നിവർ പ്രസംഗിച്ചു. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ബസ്, കാറ്, ടാക്സി, കാറ്, ഓട്ടോറിക്ഷ. ഈ 3 എത്ര സ്ഥലത്ത് നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്? എന്റെ ചോദ്യം വേറൊന്നുമല്ല. ഒരു വാഹനം ഓടിക്കണമെങ്കിൽ നമ്മുടെ കൈവശം ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൈവശം ഉണ്ടായിരിക്കും? നോക്കി ഇവൻ തിരിച്ചു, പെമ്പിളൻ തിരിച്ചെന്നറിയില്ല, ഇവൻ തിരിച്ചു, റൈറ്റിൽ നോക്കി വീട് തിരിച്ചു, അവിടെ തിരിച്ചെന്നറിയില്ല. ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കഴിച്ചു എന്നാണ് കണ്ടില്ല. കാരണം ഞാൻ ചുരിദാറിലാണ് ഈ ഡ്രസ്. ഒരുപാട് നല്ല നിർദ്ദേശങ്ങളും നല്ല അറിവുകളും പങ്കുവെച്ച സന്തോഷ് സാറിന് റാഫിന്റെ പേരിലും സെന്റ് തോമസ് കോളേജിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മള് പൊതുവെ നോക്കിയാല് ഏറ്റവും കൂടുതൽ ഉപവസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ് അല്ലേ? നമ്മൾ രാവിലെ റോട്ടിൽ തന്നെ പറയാം. കേരള വ്യാപാരി വ്യവസായി സ്ഥാപക നേതാവായ MO ജോൺ അനുസ്മരണം കേരള വ്യാപാരി വ്യവസായി നന്ദിപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു.
യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് നിവേദ്യം, സജിത ഗോപിനാഥ്, NK ബിജു, MG സനിൽകുമാർ, MS രാമചന്ദ്രൻ, അൽഫോൻസ പൗലോസ്, ബീന ദേവീസ്, സുഷമ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. സംഘടന അത്യാവശ്യമാണെന്നും ആ സംഘടനയെ അത്യുച്ഛിതമായി ഇന്ന് കാണുന്ന തരത്തിലേക്ക് വളർത്തി വലുതാക്കാനും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രൂപത്തിൽ ആ സംഘടനയെ പടുത്തുയർത്താനും. മണ്ണമ്പേട്ട തെക്കേക്കര പാത്തിക്കിരിച്ചിറയ്ക്ക് സമീപം മലമ്പാമ്പിനെ പിടികൂടി. ദൃശ്യങ്ങൾ കാണാം. അയ്യോ എന്തിനാ അപ്പൊ സൈലന്റ് ആയിട്ട് കിടക്കണ മറ്റത്തൂർക്കുന്ന് കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി 13 മുതൽ 24 വരെ നടത്തും. ക്ഷേത്രം ട്രസ്റ്റി ഏറാട്ട് കിഴക്കിനിയടുത്ത് മനയ്ക്കൽ ജീവൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിലായിരുന്നു തീരുമാനം. ഉത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുത്തു. ചെയർമാനായി സജീവൻ കൈപ്പള്ളി, ജനറൽ കൺവീനറായി ദിനേഷ് ഞാറ്റുവെട്ടി, ഫൈനാൻസ് സെക്രട്ടറിയായി VP സോമൻ, ഫിനാൻസ് കൺവീനറായി NR സുരേഷ് നാലുവാക്കൽ, പബ്ലിസിറ്റി കൺവീനറായി ഗോപാലൻ പ്ലാക്കൽ, പ്രോഗ്രാം കൺവീനറായി ശ്രീജ വത്സൻ പാണ്ഡാരി എന്നിവരെയും 51 അംഗ വിവിധ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം സംബന്ധിച്ചുള്ള സംഘാടക സമിതി യോഗം വെള്ളിയാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30 കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് യോഗം നടക്കുക. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. കഴിഞ്ഞ ആഴ്ച കുത്തനെ കുറഞ്ഞ സ്വർണ്ണവില ഈ ആഴ്ചയിൽ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 57,160 രൂപയാണ്. കഴിഞ്ഞ ഒരാഴ്ച കേരള വിപണിയിൽ സ്വർണത്തിന് കുറഞ്ഞത് 2,800 രൂപയായിരുന്നു. എന്നാൽ ഈ ആഴ്ച തുടങ്ങിയത് മുതൽ സ്വർണ്ണവില കൂടുകയാണ്. പവന് ഈ ആഴ്ച 1,680 രൂപ വർദ്ധിച്ചു. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 7,145 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,890 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വില 99 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,145 രൂപ, പവന് 57,160 രൂപ. കോടാലി മാങ്കുറ്റിപ്പാടം മഠത്തിപ്പറമ്പിൽ സദാനന്ദൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് മേലൂർ കുന്നപ്പള്ളി ക്രിമിറ്റോറിയത്തിൽ. അമ്മിണിയാണ് അമ്മ. ജിഷ ഭാര്യയും സജന, ശ്രേയ എന്നിവർ മക്കളുമാണ്. പള്ളിക്കുന്ന് പോന്നൂര് പാലത്തിങ്കൽ ജോസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസിയാണ് ഭാര്യ. ഷാജു, ഷിജു എന്നിവർ മക്കളും. ജോയ്സി, അൻസ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി ആലപ്പാട്ട് തോട്ട്യാൻ സൈമൺ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ ഞെള്ളൂർ പൂയ മഹോത്സവം വർണ്ണാഭമായി. പൂക്കാവടികളും പീലിക്കാവടികളും നിറക്കാഴ്ചയായി. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് വാസുപുരം സ്വദേശി. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. കല്ലൂർ പാടം വഴി റോഡിനെയും ഷട്ടർപാലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. ദുരിതം പേറി 70ഓളം വീട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.